തെരഞ്ഞെടുപ്പായാൽ പിന്നെ ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കണമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരും പഠിപ്പിക്കേണ്ട. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്: യുവതീ പ്രവേശത്തെ അനുകൂലിച്ച നിലപാട് തിരുത്താനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കത്തിന് മുതിർന്നത് എന്ന അഭിപ്രായങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇത്രയും കാലം ശബരിമല വിഷയത്തിൽ മുഖം തിരിച്ചു നിന്ന സർക്കാർ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ശബരിമലയെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ നിലപാടിൽ മലക്കം മറിഞ്ഞ് സംസ്ഥാന സർക്കാർ. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് തിരുത്താനാണ് സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത്. ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. മുൻ നിലപാടിൽ സുപ്രീം കോടതിയിൽ സർക്കാർ തിരുത്തും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിശ്വാസികളെ ഒപ്പം നിർത്താൻ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് സർക്കാരിന്റെ മലക്കം മറിച്ചിൽ. 2018 സെപ്റ്റംബർ 8 യുവതീ പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധി പുനഃപരിശോധനാ ഹർജികൾ വന്നപ്പോൾ സർക്കാർ വിധിയെ അനുകൂലിച്ചിരുന്നു. നവോത്ഥാന സമിതിയും വനിതാ മതിലുമായി യുവതീ പ്രവേശനത്തിനൊപ്പം നിൽക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ സർക്കാരും നിലപാടിൽ നിന്നും മലക്കം മറിയുകയാണ്. കോടതിയെ നാളെ നിലപാട് അറിയിക്കും. അതിനിടെ യുവതീ പ്രവേശനത്തിൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻസ് സുപ്രീം കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ചു. യുവതീ പ്രവേശന വിധി നിലനിർത്തണമെന്നാണ് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷന്റെ വാദം. സ്ത്രീകളുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. ആർത്തവത്തിന്റെ പേരിൽ മാറ്റി നിർത്തൽ അംഗീകരിക്കാനാകില്ല. ശബരിമലയെ ഒരു പ്രത്യേക വിഭാഗമായി കാണാനാകില്ല. പൊതു താൽപര്യ ഹർജിയിലൂടെ മത ആചാരങ്ങളെ ചോദ്യം ചെയ്യാമെന്നും ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വാദിക്കുന്നുണ്ട്. ശബരിമല കേസിലെ ഹർജിക്കാരാണ് സംഘടന. അതേസമയം തിരഞ്ഞെടുപ്പ് തിരിച്ചടിയെക്കുറിച്ചുള്ള ഭയവും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഭക്തർക്കിടയിലുള്ള ശക്തമായ രോഷവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ അപ്രതീക്ഷിത യൂട്ടേൺ എന്ന് രാഷ്ട്രീയ വൃത്തങ്ങളും പറയുന്നുണ്ട്. ക്ഷേത്ര പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ മാസം നിലപാട് വ്യക്തമാക്കിയതോടെ സംസ്ഥാന സർക്കാരും അത് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. ഈ വിഷയത്തിനായുള്ള ഫയൽ വിജയന്റെ മുമ്പാകെയാണ്. ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതോടെ മന്ത്രിസഭാ യോഗം ചേരും. പുതുക്കിയ തീരുമാനം ശനിയാഴ്ച സുപ്രീം കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കും. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കണമെന്ന് ഒരിക്കൽ നിർബന്ധം പിടിച്ച വിജയൻ ഇപ്പോൾ ഭക്തരുടെ വികാരങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകുന്ന 2007 സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഇതുവരെ സർക്കാർ കോടതിയിൽ വാദിച്ചിരുന്നു. എന്നിരുന്നാലും മാറിയ സാഹചര്യങ്ങളിൽ LDF-നെ നയിക്കുന്ന CPI CPM നിലപാട് മാറ്റത്തെക്കുറിച്ച് ഫോണിലൂടെ സഖ്യകക്ഷികളെ അറിയിച്ചിരുന്നു. ഒരു കാലത്ത് പ്രതിഷേധിക്കുന്ന ഭക്തർക്കും ഇരുമുടിക്കെട്ടുമായി വരുന്ന തീർത്ഥാടകർക്കും നേരെ പോലീസിനെ ഉപയോഗിച്ച അതേ സർക്കാർ ഇപ്പോൾ അതേ ഭക്തരുടെ വോട്ടുകൾ ലക്ഷ്യമിട്ട് ഈ തിരിച്ചടിക്ക് ശ്രമിക്കുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർക്കാർ വിശ്വാസികളെ വഞ്ചിച്ചു എന്ന ആരോപണങ്ങൾ ശക്തി പ്രാപിച്ചതോടെ നിലപാട് തിരുത്താൻ പാർട്ടിക്കുള്ളിൽ തന്നെ സമ്മർദ്ദം വർദ്ധിച്ചതായി റിപ്പോർട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വലിയ ബെഞ്ചിന് മുന്നിലുള്ള കേസിൽ ക്ഷേത്രാചാരങ്ങൾ തുടരുന്നതിനെ പിന്തുണയ്ക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തെ ചില കോണുകളിൽ ചരിത്രപരമായ ഒരു തിരുത്തലായി വിശേഷിപ്പിക്കുന്നുണ്ട്. അതേസമയം സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയങ്ങൾക്കെതിരെ വലിയ പ്രചാരണം നടത്താൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. തിരഞ്ഞെടുപ്പ് പരാജയ ഭീതിയാണ് മുഖ്യമന്ത്രിയെ കൂടുതൽ ഭക്തിപരമായ നിലപാടിലേക്ക് തള്ളിവിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നു. ഒരു കാലത്ത് നവോത്ഥാന മതിൽ നിർമ്മിച്ചവർ തന്നെ അത് പൊളിച്ചു മാറ്റുന്നതിന്റെ വിരോധാഭാസമാണ് കേരളം ഇപ്പോൾ കാണുന്നതെന്നും വിമർശകർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.